വീട്ടിലെ അമ്മയുടെ അച്ഛനെയും മുഖം ഓർമ്മ വന്ന് കുറച്ച് വർഷം കൂടി കഴിയുമ്പോൾ ഞാൻ ഈ വേദിയിൽ വന്നിട്ട് ഇതേപോലെ എനിക്ക് കുറച്ച് ഫ്രണ്ട്സിന് എന്റെ കഥ ഞാൻ ഒരു വലിയ ആളായിട്ട് എന്റെ കഥ എനിക്ക് പറഞ്ഞു കൊടുക്കണമെന്നുണ്ട്. എനിക്ക് ആരും എന്ത് തരത്തിൽ പറഞ്ഞാൽ എനിക്കൊന്നുമില്ല. എന്റെ കഴിവുകള് ഞാൻ വളർത്തിയിരിക്കും. ഈ സമയത്ത് ഞാൻ സ്റ്റേജിൽ പുഴുക്കടിയായിരുന്നു. പക്ഷേ ഇന്നലെ ഞാനിവിടെ സ്റ്റേജിൽ പ്ലറ്റും കൊണ്ട് നാണക്കേടായിരുന്നു. പക്ഷെ ഈ സമയത്ത് എനിക്ക് ഭയങ്കര കോൺഫിഡൻസോടുകൂടി ഇവിടെ വരാൻ ധൈര്യം വന്നു. ആ സാറിന്റെ കഥ ആദ്യം തുടങ്ങിയത് ഭയങ്കര തമാശയായിട്ടാണ്. പിന്നെ താഴ്ചയൊക്കെ ഇട്ട് മൊത്തം അങ്ങോട്ട് സാടാക്കി, പിന്നെ പാട്ട് പാടി ഫുൾ എനർജി ആക്കി. ആദ്യമായിട്ടാണ് ഇതുപോലെ ഓടി ഒന്ന് സ്റ്റേജൊക്കെ ഒരു വിറയലുണ്ടല്ലോ. ഇത് ആദ്യം ഈ കറേജും കോൺഫിഡൻസ് നമ്മൾ വ്യത്യാസം അറിയോ? കറേജും കോൺഫിഡൻസ്. കറേജ് വിൽ ഹെൽപ്പ് യു ടു സ്റ്റാർട്ട്, കോൺഫിഡൻസ് വിൽ ഹെൽപ്പ് യു ടു ഫിനിഷ്. അവിടെ നിന്ന് ഇവിടം വരെ ഓടി വരാൻ മോൻ കാണിച്ചത് ഇപ്പൊ കറേജാണ്. ഇത് കണ്ടിന്യൂ ചെയ്ത് ഇതൊരു കോൺഫിഡൻസ് ആയി മാറും. നാളെ നല്ലൊരു പബ്ലിക് സ്പീക്കറായി മാറുകയും ചെയ്യും. നമ്മുടെ ഉള്ളിൽ സ്പാർക്ക് അല്ലെങ്കിൽ നീ തന്നെയാണ് സാധ്യതയിട്ട് ഇവിടെ പോകുന്നത്. നമ്മൾ മറ്റുള്ളവർ പറയാനല്ല, മറിച്ച് നമ്മൾ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കി, നമ്മുടെ കഴിവുകളിലേക്ക് തിരിഞ്ഞു നോക്കി നമ്മളായി മറ്റുള്ളവരുടെ മുമ്പിലേക്ക് കാണിക്കുക. ലൈഫ് പോരാടാനുള്ളതാണ്, യാചിക്കാനുള്ളതെന്നുള്ള വലിയൊരു അർത്ഥം സാറിന്റെ ഒരു ഇതുമില്ല. നമ്മളൊക്കെ ഭയങ്കര ലക്കീസാ. അവിടെ ഇരുന്ന് കരയണം. ഞാൻ വിളിച്ച് ഞാൻ മാത്രമല്ല, നോക്കുമ്പോ എല്ലാവരും ഇരുന്ന് കരയണം. ലാസ്റ്റ് ആണെങ്കിൽ ഞങ്ങളെയാണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. പിന്നെ നിധി മാം ആണെങ്കിൽ സോ ലക്കി, സാറിനെ പോലെ ഒരു ഹസ്ബൻഡിന് കിട്ടിയത്. സാർ നല്ലൊരു മകനാണ്, നല്ലൊരു അച്ഛനാണ്, നല്ലൊരു ഭർത്താവാണ്, എന്താ പറയുക, നല്ലൊരു സഹോദരനാണ്, ഞങ്ങൾക്ക് നല്ലൊരു സാറാണ്. ില്ല